നമസ്കാരം. നിലവിൽ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട തീയതികളെല്ലാം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനുശേഷമാകും കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിലാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ പാലക്കാട്, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും വരാൻ പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ബി.ജെ.പിയിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു നേതാവ് ഒരു പാർട്ടിയിൽ തന്നെ ആജീവനാന്തം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുമ്പോൾ, വ്യക്തികൾക്ക് വില കൽപ്പിക്കാതെ വരുമ്പോൾ, നേതാക്കന്മാർക്ക് ഒരു പരിഗണനയും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പാർട്ടി വിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോകും. അല്ലെങ്കിൽ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മറ്റു പാർട്ടിയിലേക്ക് കൂടുമാറും. കേരള രാഷ്ട്രീയത്തിലും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. നിലവിൽ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർ ഒരിക്കലും ബി.ജെ.പിയിലേക്ക്, അതായത് പാർട്ടി വിട്ടു പോകില്ല എന്ന് കരുതിയ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവർ തന്നെ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ചതിച്ച ജോസ് കെ മാണി ഇടതുപക്ഷത്തിന് കൈകൊടുത്തില്ലേ? നിലവിൽ ജോസ് കെ മാണി അടക്കം ബി.ജെ.പിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഭാവിയിൽ ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കസേര വെച്ച് നീട്ടിയാൽ ജോസ് കെ മാണി ചാടും. നിലവിൽ ബി.ജെ.പിയിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് പുതിയ നേതാവ് വരുന്നതോടെ എല്ലാ സംസ്ഥാനത്തും ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തും ഒരു മാറ്റമുണ്ടാകും. നിലവിൽ ബി.ജെ.പി കേരള അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ വഴി ശബരിനാഥിനെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ശോഭയുമായി ഒരു ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്, അനൗദ്യോഗികമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ശബരിയെ ബി.ജെ.പിയിലേക്ക് വന്നാൽ മിക്കവാറും രാജ്യസഭാ സീറ്റായിരിക്കും ബി.ജെ.പി ശബരിക്ക് വേണ്ടി ഓഫർ ചെയ്യുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിയെ സംബന്ധിച്ച് നിലവിൽ കോൺഗ്രസിൽ ഒരു വിലയുമില്ല. കൂടാതെ എല്ലായിടത്തും കോൺഗ്രസിനെ കുറ്റം പറയുകയും മറ്റ് പാർട്ടികളെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞു നടക്കുന്ന ശബരിയുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ തന്നെ കേരളവും രാഷ്ട്രീയ നിരീക്ഷകരും സംശയത്തോടെയാണ് നോക്കുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമുക്കിപ്പം ഇന്ത്യയിൽ സംസ്ഥാനം മൊത്തത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നോക്കിക്കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനമെല്ലാം തന്നെ മോശമാണ്, കോൺഗ്രസിന്റെ പ്രവർത്തനമെല്ലാം തന്നെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിൽ തന്നെ പല ഉന്നത പദവിയിലിരിക്കുന്ന നേതാക്കളും ബി.ജെ.പിയിലേക്ക് വരുന്നുണ്ട്. ഖുഷ്ബു അടക്കം കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. കോൺഗ്രസ് വില കൽപ്പിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഖുഷ്ബു തന്നെ ബി.ജെ.പിയിലേക്ക് മാറുന്നു. അതുപോലെ നമ്മൾ പോലും വിചാരിക്കാത്ത പല നേതാക്കളും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കൂടുമാറ്റം നടത്തുന്നുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. അതിന്റെ നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. പറയേണ്ട ഒരു സമയമാകുമ്പോൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇ.പി. ജയരാജൻ കേസ്. അതീവ രഹസ്യമായി വെച്ചൊരു ഒരു സംഭവമാണ്. തെരഞ്ഞെടുപ്പിന്റെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് ശോഭാ സുരേന്ദ്രൻ ഒരു അമ്പതിനെ തുറത്തിവിട്ടത് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ അതുപോലെ പല നേതാക്കളും ബി.ജെ.പിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് പ്രകാശ് ജാവ്ദേക്കർ തന്നെ തുറന്നു സമ്മതിച്ചത് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വയനാട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കൂടുതൽ നേതാക്കൾ ബി.ജെ.പിയിലേക്കും വരാനുള്ള സാധ്യതകൾ, ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്.